എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞങ്ങളിവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുറേ നാളായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേക്കണേ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അമ്മ വന്നേക്കണേ. ഇന്നൊരു അൺബോക്സിങ് കം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേന്ന് അമ്മ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതായിരിക്കും നല്ലത്. അതിനുള്ള സംഗതികളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് വേഗം തന്നെ കാണാം. എല്ലാവരും ആകാംക്ഷയിലാണോ? ചിലപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വാങ്ങിയായിരുന്നു ഓൺലൈൻ വഴി. അപ്പോൾ വാങ്ങിയ ചീനിച്ചട്ടി ഞാനൊന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പം നിങ്ങളെ ഒന്ന് തുറന്ന് കാണിച്ച് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ എങ്ങനെ മയപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആകാംക്ഷ കൊണ്ട് ഞാനതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കാണാനായിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് അടച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്കൊന്ന് തുറന്നിട്ട് അത് ഇപ്പം ഇരിക്കുന്ന ഫോം എങ്ങനെയാണെന്നും അത് മയപ്പെടുത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഫോം എങ്ങനെയാണെന്നും ഞങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് തുറക്കാന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇൻഡസ് വാലിയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. തുറക്കുമ്പോ തന്നെ അതിന്റെ കാർഡ് കാറ്റലോഗ് പോലത്തെ ഒരു സംഭവം, പിന്നെ അതിന്റെ ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് തുറക്കാം. നല്ല വെൽ പാക്ഡ് ആയിരുന്നു കേട്ടോ. നല്ല പാക്കിംഗ് അല്ലേ? വളരെ വളരെ സുരക്ഷിതമായിട്ടല്ലേ സംഭവം എത്തിയത്. ഞാൻ പുറത്തെടുത്ത് വെക്കട്ടെ എന്നാ. നല്ല വെയിറ്റാ കേട്ടോ, നല്ല വെയിറ്റാ. ഇത് 24 സെന്റിമീറ്റർ ആണോ 26 ആണോ എന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. 26 ആണെന്ന് എനിക്ക് തോന്നുന്നു. വിട്ട ഇതിൻ്റെ പുറത്ത് വയ്ക്കാം, ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇത് ഇതിലിടണം. ഇത് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. കാർഡ് അതിൻ്റെ രീതികളും കുക്കിങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വയ്ക്കാം. വായിച്ച് നോക്കാറുണ്ട്. അതെ, ആദ്യം മയപ്പെടുത്താം. എന്തിനായി നമ്മൾ ഈ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ മേടിക്കുമ്പോൾ മയപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പും ഇതുമൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അത് ആ തുരുമ്പിൻ്റെ അംശങ്ങൾ മൊത്തം നമുക്കിങ്ങനെ കളഞ്ഞിട്ട് അത് നമ്മൾ കഴിക്കാൻ പാകത്തിനുള്ള ക്ലീനാക്കി എടുത്തിട്ടല്ലേ അതിൽ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശം അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ കൊള്ളൂല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനത്തെ ദോശക്കല്ലുണ്ട് വേറെ ഒരെണ്ണം പഴയത്, ഓർക്കണില്ലേ നമ്മൾ ഈ ചപ്പാത്തി ചൂടണേ. അപ്പം അങ്ങനെ അത് പാകപ്പെടുത്തിയിട്ടേ പരിപാടി ചെയ്യാവുള്ളൂ ഇതിൽ. അപ്പം ഞാൻ ഈ ഇത് ഹാൻഡിലും ഒക്കെ അവർ നല്ല ഭംഗിയായിട്ടാണ് പാക്ക് ചെയ്ത് പിടിക്കാൻ. നമുക്ക് വളരെ നല്ല പാക്കിംഗ് ആയിരുന്നു അല്ലേ? പിന്നെ വളരെ നല്ല പാക്കിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യാതെ. അതെ. ആദ്യം നമുക്കിതേ ഒരു തുണി കൊണ്ട്, സാധാ തുണി കൊണ്ട് ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയാട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പടി ഇങ്ങനെ പൊടിയും ഇതൊക്കെ പാക്ക് ചെയ്ത് വന്ന സംഭവം അല്ലേ അവിടെ നിന്ന്. അപ്പോൾ ബാക്ക് സൈഡ് തൂക്കണ്ട, നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇത് ഒന്ന് തൂത്തെടുക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം വെള്ളം ഒഴിക്കണം. സ്വല്പം ചട്ടിയിലേക്ക് ചുമ്മാ ഒന്ന് ഞാനിപ്പോൾ ഈ പുറത്തിരിക്കുന്നതുകൊണ്ട് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് ആദ്യം വെറുതെ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് കഴുകി ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാം. അതുപോലെ പുറത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിക്കാമല്ലോ. പുറകു വശവും ചുമ്മാ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകാം കേട്ടോ, വെറുതെ. ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സോപ്പ് പൗഡറോ ഇതാണ് നമ്മൾ പ്ലേറ്റൊക്കെ കഴുകാൻ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വിംബാറിൻ്റെ സോപ്പ് ഇതാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിലേക്ക് സോപ്പ് പിടിപ്പിച്ചേച്ച് ശരിക്ക് ഉരച്ച് കഴുകണം. കഴുകാം. ഇതുപോലെ പുറകുവശത്തും സോപ്പിട്ട് കഴുകണം, അകം പോലെ തന്നെ.
നല്ല നീറ്റാ അല്ലേ? അതെ, നല്ല നീറ്റാ. ഹാൻഡിലേലും അതുപോലെ വേണം. ഹാൻഡിലിനൊക്കെ ഇതുണ്ടാവും. ഹാൻഡിൽ വിട്ട് കളയരുത്. അതെ അതെ അതെ, മറന്നു പോരുത്. ചിലപ്പോൾ അത് മറന്നു പോകും. മറന്നു പോകും. ഇത് കണ്ടോ, ഈ കറുപ്പ് ഇതിലൊക്കെ ഇരിക്കണം ഇങ്ങനെ കയ്യിൽ. കൈയൊന്ന് കഴുകട്ടെ കേട്ടോ. കയ്യിലൊക്കെ ഇങ്ങനെ കറുപ്പ് ഇതായി. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സോപ്പിട്ട് നമ്മൾ കഴുകി വെച്ചില്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കുക. അകവും പുറവും കഴുകണം കേട്ടോ. ഈ ചാരം ഉപയോഗിക്കണതില്ലേ, മൺചട്ടിക്കാണ് കൂടുതലും, ഇതിനല്ല. ഇത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വരുത്തിച്ച ഇൻഡസ് വാലിയിൽ നിന്ന് വരുത്തിച്ച ഈ ചീനിച്ചട്ടി സീസൺ ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. സോപ്പിൻ്റെ ഇതിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഈ തൈരും ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ പുരട്ടി ഒരു ദിവസം വെക്കുമോ അങ്ങനെയുള്ളതൊന്നും ചെയ്യണ്ട. എന്നാന്ന് വെച്ച് കഴിഞ്ഞത് അത്യാവശ്യം സീസൺ ചെയ്ത് അവരയച്ചേക്കണത്. സീസൺ ചെയ്തതിന് അപ്പം ഇച്ചിരി റേറ്റ് കൂടുതലുണ്ടായിരുന്നു ഇതിന്. പക്ഷെ അതുകൊണ്ട് എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് പൊടി പൗഡർ ഇട്ട് 1-2 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. വെയിലുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ വെയിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചൊന്ന് ഉണക്കണം. ഇത് ഉണക്കി വെച്ച് സ്വല്പം എണ്ണ തടവി അതിൽ വെക്കുക. എന്നിട്ട് നമുക്ക് അന്ന് തന്നെ അത് ഉപയോഗിക്കാം. അത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സീസൺ ചെയ്ത് വരുത്തിച്ച് ചട്ടി ആയതുകൊണ്ടാട്ടോ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ട അത് പറയാം. അല്ലെങ്കിൽ നമ്മൾ 2-3 ആവർത്തി ഇത് കഴുകണം. ആദ്യം സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ അതിലേക്ക് അകവും പുറവും കഴുകണം കേട്ടോ. ഹാൻഡിലും ഒക്കെ കഴുകണം. കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒന്നുമല്ലെങ്കിൽ പുളിച്ച തൈര് സ്വല്പം ഉപ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിൽ പുരട്ടി ഒരു ദിവസം ഫുൾ നൈറ്റ് വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ ഉപ്പ് മിക്സ് ചെയ്യുക. നല്ലെണ്ണയിൽ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ മിക്സ് ചെയ്ത് വെച്ച് അത് ഇതിനകത്ത് ഫുൾ ഹാൻഡിൽ ഉൾപ്പെടെ എല്ലായിടത്തും പുരട്ടി ഒരു നൈറ്റ് ഫുൾ വെച്ചേക്കണം. അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തേച്ച് കഴുകി എടുത്ത് വെച്ച് നമ്മൾ എണ്ണ പുരട്ടി ഒരു ചുവന്നുള്ളിയോ സവോള ഉള്ളിയോ എന്തെങ്കിലും അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് വെച്ച് അത് ആ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്നവരെ ഇതിലിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലിട്ട് ഇളക്കി മാറ്റിയെടുക്കുക. എന്നിട്ട് ഉള്ളി എടുത്ത് കളയണം കേട്ടോ. ഉള്ളി കൊള്ളൂല, ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ. എന്നിട്ട് ആ എണ്ണ ഇതിലൊക്കെ ഒന്ന് പുരട്ടി വെച്ചേച്ച് തണുത്ത് കഴിയുമ്പോൾ ചട്ടി കഴുകി ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം നമുക്ക് ഇതെന്നാന്ന് വെച്ചാൽ സീസൺ ചെയ്ത് വന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യണ്ട. നമ്മളിതേ 2 പ്രാവശ്യം സോപ്പിട്ട് കഴുകി വെച്ച് നമുക്കില്ലേ വെയിലത്തേക്കൊന്ന് വെച്ച് ഒന്ന് വെള്ളം വലിയാനായിട്ട് വെച്ച് ഒന്ന് ഉണക്കാം. ഉണക്കിയിട്ട് ഡയറക്റ്റ് എണ്ണ തൂത്ത് ഉപയോഗിക്കാം. ഇതേ സീസൺ ചെയ്തുകൊണ്ടാണ്. ഈ സീസൺ ചെയ്തത് ഇതിപ്പോൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതാകുമ്പോൾ ഇപ്പം അതിൻ്റെ കളറ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കും, ഒരു എണ്ണമയത്തോട് കൂടി. മറ്റേ അല്ലാത്തതാകുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ, ഈ തുരുമ്പ് പോലെ ആയിരിക്കും അടിയും പുറവും ഹാൻഡിലും എല്ലാം ഇരിക്കണം. അതിനാണ് സീസൺ ചെയ്തെടുക്കാനാണ് ഈ മെത്തേഡുകളൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഈ പരുവത്തിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നും ചെയ്യണ്ട. നല്ല നീറ്റായിട്ട് 1-2 പ്രാവശ്യം സോപ്പ് ഏത് സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഏത് ലിക്വിഡ് ഫോമിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നീറ്റായിട്ട് നമ്മൾ സ്ക്രബ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുക. ഉണക്കിയതിന് ശേഷം എണ്ണ തൂത്ത് ഉപയോഗിക്കാം. നമ്മളങ്ങനെ ചെയ്യണം. അത് നമ്മുടെ മെത്തേഡ്. പിന്നെ ഏത് മെത്തേഡ്, പല മെത്തേഡുകളിൽ ഇത് ചെയ്യാം. അപ്പം നമ്മൾ യൂസ് ചെയ്യണ വിധം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വെയിലത്ത് വെച്ചു അല്ലേ? വെയിലത്ത് വെച്ച് നന്നായിട്ട് അകവും പുറവും ഉണങ്ങണം. ഇപ്പം ഈ വെയിലുള്ള സമയം കൊണ്ട് വെയിലത്തേക്ക് വെച്ചാൽ മതി, ഗ്യാസ് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം. സാധാരണ ചീനിച്ചട്ടിയിൽ എണ്ണ തൂക്കും പോലെ പുറത്ത് വെച്ചിട്ട് തൂക്കാം കേട്ടോ. സീസൺ ചെയ്തതാണെങ്കിലും പുറത്ത് വെച്ചിട്ട് തൂത്തേക്കാം. തൂത്ത് അകത്തും തൂത്തേച്ച് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റീലും
അലൂമിനിയം ചീനിച്ചട്ടി പോലെയല്ല. ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എപ്പോഴും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കഴുകി പരമാവധി ഉണക്കാൻ പറ്റുമെങ്കിൽ ഉണക്കി വെക്കണം. എന്നാന്നറിയാമോ? തുരുമ്പ് കയറാതെ. പിന്നെ ഈ ഉണക്കി കഴിയുമ്പോൾ ഡെയിലി ഉപയോഗം ഇല്ലെങ്കിൽ അതിൻ്റെ അകവും പുറവും ഇച്ചിരി ഒരു മിനുസ് എണ്ണ തൂത്ത് വെച്ചാൽ ഒരിക്കലും തുരുമ്പ് കയറില്ല. ദോശക്കല്ലിൽ വെക്കുന്നത് പോലെ, കല്ലിൻ്റെ ഇതായതുകൊണ്ട്. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എണ്ണ തൂത്ത് മിക്കവാറും എന്നും എന്തിനെങ്കിലും കടുക് കുറക്കാൻ എന്തിനെങ്കിലുമൊക്കെ 2 ദിവസം കൂടുമ്പോൾ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇച്ചിരി എണ്ണ തൂത്ത് അങ്ങ് വെച്ചാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സീസൺ ചെയ്ത, ഞാൻ പറഞ്ഞല്ലോ, കാസ്റ്റ് അയണിൻ്റെ ചീനിച്ചട്ടിയാണ്. അത് നമ്മൾ 2 പ്രാവശ്യം സോപ്പ് പൗഡർ ഇട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി. ഇനി ഉണങ്ങിക്കഴിയുമ്പോൾ എണ്ണ തൂത്ത് വെച്ചാൽ മതി. ചുമ്മാ മൊത്തം തൂക്കണം കേട്ടോ എണ്ണ. ഇത് എന്നാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, സീസൺ ചെയ്തുകൊണ്ട് ഇത്രയും പ്രവൃത്തി ഇതിൽ നടത്തിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് പല പ്രാവർത്തി കഞ്ഞിവെള്ളമൊക്കെ മാറ്റി ഇട്ട് അത് സോപ്പിട്ട് കഴുകി പിന്നെ ഉണക്കി കഴിയുമ്പോൾ ഉപ്പും നല്ലെണ്ണയും കൂടെ പുരട്ടി ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചേക്കണം. അങ്ങനെ വെച്ചിരുന്നിട്ട് അത് പിന്നെ പിറ്റേ ദിവസം എടുത്ത് കഴുകിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞതുപോലെ എണ്ണ പുരട്ടണം. ഇത് ഈ കൈത്തണ്ടയിലൊക്കെ പറ്റണം കേട്ടോ. നമ്മുടെ ഈ കൈത്തണ്ടയിലൊക്കെ ക്ലീനായിട്ടാണ് ഇരിക്കണത് ഇങ്ങനത്തെ ആയതുകൊണ്ടേ. പിന്നെ ബാക്ക് സൈഡ് ഇച്ചിരി തൂക്കണം. ബാക്ക് സൈഡിൽ ഞാൻ തുണി കൊണ്ടാട്ടോ തൂക്കണേ. അകത്ത് മാത്രമേ ബ്രഷ് തൂക്കണുള്ളൂ. തുണി കൊണ്ട് നമുക്ക് ബാക്ക് സൈഡ് തൂക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇനി വേണമെന്നുള്ളവർ വേണമെങ്കിൽ ഇതിൽ ചുമ്മാ വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കാം, എന്നിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെ ഇതിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കാം തേച്ച് കഴിയേച്ച്. ഇപ്പോൾ ബാക്ക് സൈഡ് ഇപ്പം നമുക്ക് തുരുമ്പ് പിടിക്കാതെ സ്വല്പം ഒന്നെണ്ണ ചുമ്മാ തൂത്ത് വെച്ചാൽ മതി. ഞാൻ തുണി മുക്കിയതങ്ങ് തൂക്കും. ചുമ്മാ ഒരു കോട്ടൺ തുണി. ഇത് പിന്നെ 1.5 ദിവസമെങ്കിലും എന്തിനെങ്കിലും ഒന്ന് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ നീറ്റായിട്ടിരുന്നോളും. ഇതിപ്പോൾ ഒരു 5-6 മാസം ഇങ്ങനെ തുരുമ്പ് ഇതൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെയൊന്ന് ക്ലീൻ ചെയ്ത് സോപ്പ് പൊടിയൊക്കെ ഇട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അല്ല, അപ്പോൾ എപ്പോഴും എന്തായാലും ഇച്ചിരിച്ച് തുരുമ്പുമയ അങ്ങനെ വരും. ഞാൻ ഈ ദോശക്കല്ല് അങ്ങനെയാണ് ചെയ്യണം. ഞാൻ ദോശക്കല്ലൊന്ന് കാണിച്ചു തരാം. ഈ ദോശക്കല്ല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കൂടുമ്പോൾ, കാര്യം ചപ്പാത്തി ചുട്ടൊക്കെ ചെയ്യണതാണെങ്കിൽ ഇങ്ങനെ അതിലേക്ക് വൃത്തികേട് പോലെ വരുമ്പോൾ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കഴിയുമെന്ന് വെയിലത്ത് വെച്ചേച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ എണ്ണ തൂക്കും. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്ന ദോശക്കല്ല് ഒത്തിരി വർഷമായത്, നീ ഓർക്കണില്ലേ? ഒരുപാട് വർഷമായി നമ്മൾ ഉപയോഗിക്കണത്. ഞാനിപ്പം തേച്ച് കഴുകി വെയിലത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടിയെടുക്കാം. ഇപ്പോഴാണ് ഇപ്പം കൂടുതലും എല്ലാവരും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണല്ലോ അപ്പം, അല്ലേ? കാസ്റ്റ് അയണിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പം നമുക്കിത് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ കല്ലുകളല്ലേ ഉള്ളൂ, അല്ലാതെ ഈ നോൺ സ്റ്റിക്കോ പിന്നെ ഈ സ്റ്റീൽ ചീനിച്ചട്ടി ഒന്നുമില്ലല്ലോ. അലൂമിനിയം ഉണ്ട് കേട്ടോ. കല്ലാണല്ലോ കൂടുതലും എല്ലാവരും ഉപയോഗിക്കണം. അങ്ങനെ ഇരുമ്പ് ചീനിച്ചട്ടി, കല്ലല്ല ഇരുമ്പ്. പരിപാടി കഴിഞ്ഞു. ഇതാണ് ചട്ടി മയക്കണ പരിപാടി. അങ്ങനെ ബാക്ക് സൈഡിലും ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ നേരത്തെ, ഇപ്പം നാളെ വേണമെങ്കിൽ നമുക്കൊന്ന് എടുക്കാം. ഇതൊക്കെ തേച്ചൊക്കെ കഴുകിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്തെങ്കിലും കറി ഉലത്താം. അപ്പം കറി എന്തെങ്കിലുമൊക്കെ അങ്ങനെ പരിപാടികൾ ചെയ്യാം. പിന്നെ വറവരികൾ ഉണ്ടാക്കാം, വട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കാം. കൂടുതലും കറികൾ ഉലർത്താനും തോരനും ഒക്കെ എടുക്കാം. അങ്ങനെയുള്ള പരിപാടി. പിന്നെ നല്ല വെയിറ്റാണ് ഇതിൻ്റെ. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ഞാൻ മെഷർമെൻറ്റ് മറന്നു പോയായിരുന്നു. ഇത് കുറച്ചായില്ലേ നമ്മൾ വരുത്തിയിട്ട്. അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ഇത് അളന്ന് നോക്കിയപ്പോൾ 26 സെൻറ്റിമീറ്റർ ആട്ടോ വിട്ട് ഇതിൻ്റെ. 26